രാത്രിയായപ്പോൾ പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി കാലിക്കറ്റ് ബീച്ചിലേക്ക് പോവാണ്. കുറച്ച് പേര് കാറിലും കുറച്ച് പേര് ഓട്ടോയിലും കൂടി ആയിട്ടാണ് കേട്ടോ പോണത്. ഞങ്ങൾ മനസ്സറിഞ്ഞിട്ടോ അതോ അറിയാതെയാണോ ഓട്ടോക്കാരെ നിർത്തിയതിന്റെ ഒരു കടക്ക് മുമ്പിലാണ് കേട്ടോ. കാലിക്കറ്റ് ബീച്ചിലേക്ക് വരുന്നത് പിന്നെ ഇതുപോലത്തെ സ്ട്രീറ്റ് ഫുഡ് വാങ്ങി തിന്നാനും കൂടിയാണല്ലോ. പിന്നെ ഒന്നും നോക്കിയില്ല, ഒരു ആക്രമണം തന്നെ ആയിരുന്നു. ആദ്യം തന്നെ കാടമുട്ട റോസ്റ്റാണ് കേട്ടോ ട്രൈ ചെയ്തത്. ഒരു രക്ഷയില്ല കേട്ടോ, എന്ത് സൂപ്പർ ടേസ്റ്റാന്നറിയാം. പിന്നെ കൂന്തൽ നിറച്ചതാണ് കേട്ടോ തിന്ന് നോക്കിയത്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇത്രയും വലിയ കൂന്തൽ നിറച്ചതൊക്കെ കഴിക്കണത്. നമ്മളെ നാട്ടിലൊക്കെ കുഞ്ഞതല്ലേ കിട്ടുക. അപ്പോഴേക്കും ബാക്കിയുള്ളവർ എത്തിയിട്ടുണ്ട് കേട്ടോ. ഓല് വന്നപ്പോഴേക്കും ഞങ്ങൾ ഏകദേശം തിന്ന് ഞങ്ങളെ വയറ് ഫുള്ളായിട്ടുണ്ട്. അപ്പോൾ ഋഷുവിനോട് എന്താ വേണ്ടത് ചോദിച്ചപ്പോൾ ഉപ്പിലിട്ടത് മതി എന്നാണ് കേട്ടോ. അപ്പോൾ എന്നും സാധാരണ ഉപ്പിലിട്ടതാണല്ലോ തിന്നുന്നത്. വെറൈറ്റിക്ക് വേണ്ടിയിട്ട് സ്വീറ്റ് കോൺ ഉപ്പിലിട്ടതാണ് കേട്ടോ തിന്നത്. പിന്നെ അത് അടുത്ത ഐറ്റംസ് ഓല് വന്നപ്പോൾ ഓർഡർ ചെയ്യൽ തുടങ്ങി കേട്ടോ. എന്താ വാങ്ങിയതിനും തിന്നതിനൊന്നും ഒരു കണക്കൂല. പിന്നെ എന്താ ഒത്തിരി പേരുള്ളതുകൊണ്ട് എല്ലാവരും കുറച്ചാണ് കഴിക്കണത്. അതുപോലെ കല്ലുമ്മക്കായൊക്കെ അത്ര ചൂടോടുകൂടി കഴിക്കണത് ഞാൻ ആദ്യമാണ് കേട്ടോ. ഇത്ര ടേസ്റ്റിൽ ഞാൻ ഇതിനു മുമ്പ് കല്ലുമ്മക്കായ കഴിച്ചിട്ടുമില്ല, അതും വേണമെങ്കിൽ പറയാം. അപ്പോൾ ഋഷുവിന് പിന്നെ സ്വീറ്റ് കോൺ വേണമെന്ന് പറഞ്ഞു കേട്ടോ, അതായത് ചാട്ട് മസാലയൊക്കെ ഇട്ടെ. പിന്നെ അതായി ട്രൈ ചെയ്ത് നോക്കണം. അതിൻ്റെ ഇടയിൽ കുറേ കല്ലുമ്മക്കായ ഞങ്ങൾ വാങ്ങി തിന്നുന്നുണ്ട്, കാരണം ചൂടോട് കൂടി അതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പിന്നെ അടുത്തത് ചോക്ലേറ്റ് വേണമെന്ന് പറഞ്ഞു കേട്ടോ കുട്ടികൾ. പിന്നെ അതിൻ്റെ വെറൈറ്റിയാണ് പിന്നെ വാങ്ങിയത്. കുട്ടികൾ വേണമെന്ന് പറയാന്നല്ലാതെ ഓലല്ല കേട്ടോ മെയിനായിട്ട് അതൊക്കെ തിന്നത്, ഞങ്ങൾ തന്നെയാണ്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ബീച്ചിൽ വന്നിട്ട് ഇതുപോലെ ഒരുപാട് വെറൈറ്റി പരീക്ഷിച്ച് നോക്കുന്നത്. മറ്റേ ഞങ്ങൾ 4 പേരും വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ 4 ഐറ്റം വാങ്ങാന്നല്ല, അപ്പം തന്നെ നമ്മൾ വയറെന്ന് അറിയുള്ളൂ. ഇത് ഒത്തിരി പേരുള്ളതുകൊണ്ട് കുറേ ഐറ്റംസ് വാങ്ങി കുറേ ഐറ്റംസ് പരീക്ഷിച്ച് നോക്കാനുള്ള ടൈമും ഉണ്ട് ആളും ഉണ്ട്. അതുകൊണ്ട് തന്നെ വയറ് നിറഞ്ഞു കേട്ടോ, മനസ്സും നിറഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെയുള്ള ഔട്ടിങ് എന്ന് പറഞ്ഞാൽ അതൊരു വേറെ തന്നെ വൈബാണ് അല്ലേ. മുമ്പൊക്കെ ബീച്ചിൽ വന്നാൽ ബീച്ച് ചെയ്യുന്നു കേട്ടോ കൂടുതൽ ആസ്വദിച്ചിരുന്നത്. ഇപ്രാവശ്യം ബീച്ചിനേക്കാൾ കൂടുതൽ ഫുഡാണ് ആസ്വദിച്ചത്. എന്തോ ഒരു ഫുഡാണ് വാങ്ങി തന്നത്. അവസാനം എന്നാൽ പിന്നെ ഒരു ചായ കുടിച്ചിട്ട് പിരിയാന്ന് വിചാരിച്ചു കേട്ടോ. കുട്ടികൾക്കൊക്കെ ഉറക്കം വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചായയും കുടിച്ചിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ച് ഓട്ടോയിൽ തന്നെയാണ് കേട്ടോ പോയത്. ആഹാ, എത്ര മനോഹരമായൊരു ദിവസം, ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്തൊരു ദിവസം.